അപ്പൊ അപ്ഡേറ്റ് കോർണറിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുള്ള അപ്ഡേറ്റ്സ് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് തുടങ്ങാം. ഓക്കെ, എന്താ ഇന്നത്തെ ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്? നോബഡി തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇതിന്. നോബഡി, നിസാം ബഷീർ, പൃഥ്വിരാജ് പറഞ്ഞ ടോപ്പ് ടെക്നീഷ്യൻസ് രണ്ടുപേരും ഒരുമിക്കുന്ന നോബഡിയുടെ ഷൂട്ടിനെ സംബന്ധിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഷൂട്ട് 9 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇന്ന് പൂജയായിട്ടാണ് സിനിമ സ്റ്റാർട്ട് തന്നെയാണ് അത് ശരിക്കും തുടങ്ങിയത്. അപ്പോ അതിന്റെ സ്ക്രിപ്റ്റ് മുന്നേ റോഷാക്ക് എഴുതിയ ആൾ തന്നെയാണ് എഴുതുന്നത്. റോഷാക്ക് മാത്രമല്ല, അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടൻ പോലുള്ള സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതിയ സമീർ അബ്ദുൾ ആണ് എഴുതുന്നത്. അപ്പോ നിസാം ബഷീർ, പൃഥ്വിരാജ് വരുമ്പോ ഒരു ഫാന്റസി മോഡിലോ അല്ലെങ്കിൽ മിസ്റ്ററി മോഡിലോ ഉള്ള ഏത് തരത്തിലുള്ള തിരക്കഥാവും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. സിനിമയുടെ കാസ്റ്റിന്റെ കാര്യം അതെ, പാർവതി, പൃഥ്വിരാജ്, അശോകൻ, ഗണപതി, വിനയ് ഫോർട്ട്, ലുക്മാൻ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാടധികം ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ അനിമലിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ചെയ്യുന്നത്, ഹർഷവർദ്ധൻ. പുള്ളിക്കാരൻ അനിമല്, അങ്ങനത്തെ നമ്മളെ അർജുൻ റെഡ്ഡി, അങ്ങനത്തെ വലിയ സിനിമകളൊക്കെ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ DOP ദിനേശ് പുരുഷോത്തമൻ, പുള്ളിക്കാരൻ നമ്മുടെ ലബ്ബർ പന്ത്, മഹാരാജ, ലവ് ടുഡേ പോലത്തെ സിനിമ ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ടെക്നീഷ്യൻസിനെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് നമുക്കറിയാം, പൃഥ്വിരാജും E4 എന്റർടൈൻമെന്റും ആണ് ഒന്നിച്ച് ചെയ്യുന്നത്. അപ്പൊ അവർ ഇതിനു മുമ്പ് ചെയ്ത പടം ഗുരുവായൂരമ്പലനടയിലായിരുന്നു, അത് വലിയ ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം അവർ ജോയിൻ ചെയ്യുന്ന പടമാണ്. നല്ലൊരു പടമാവട്ടെ, വലിയ എക്സ്പെക്ടേഷൻസ് തന്നെ ഉണ്ട്. മലയാളത്തിൽ ഇപ്പൊ രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് ലാലേട്ടന്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ലാലേട്ടൻ നമുക്ക് കുറച്ചധികം പറയാനുണ്ട്. തുടരുവിന്റെ ഒഫീഷ്യലായിട്ട് റിലീസ് ഡേറ്റ് വന്നാണ് ആദ്യത്തെ സിനിമ. ഇപ്പൊ കൃത്യമായിട്ട് ഡേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. മെയ് മെയ് 9 ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ April 25 പടം റിലീസ് ആവാൻ പോകുന്നത്. ഈ April 25 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ സത്യത്തില് അത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ. ഇപ്പൊ നമുക്ക് അതിനൊരു കൺഫർമേഷൻ കിട്ടിയല്ലോ. നമുക്ക് ആ പടത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് സമ്മർ റിലീസിന്റെ പാർട്ട് 2 നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ തുടരും സിനിമയുടെ ഒരു പ്രോമോ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സിനിമയുടെ ഷൂട്ട്, അതായത് ആ പ്രോമോ വീഡിയോന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടനും മാസ്റ്ററും കൂടിയിട്ട് നിൽക്കുന്ന ഒരു സെൽഫി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ദിലീപ് അഭിനയിക്കുന്ന ബബ്ബ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ധനഞ്ജയ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു ക്യാമറ റോൾ കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ലാലേട്ടന്റെ ഇനി ആ സിനിമയിൽ 2 ആഴ്ചത്തെ ഷൂട്ടും കൂടി ഇന്ന് കേട്ടത്. നമ്മുടെ വാളയാർ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കാൻ പോകുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഈ മാസം തന്നെ ലാലേട്ടന്റെ പോർഷൻസ് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന കേട്ടത്. സിനിമയെ പറ്റി ശരിക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ, അതും വിനീത് ശ്രീനിവാസൻ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഇപ്പോ ലവ് ആക്ഷൻ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അതൊരു കോമഡി ടൈപ്പ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി വ്യത്യാസമായിട്ടുള്ള വില്ലനിസം കാണിക്കാനുള്ള. ഇപ്പൊ മുകുന്ദനുള്ളിൽ വില്ലനിസം ഉണ്ടെങ്കിൽ പോലും പുള്ളി ഹീറോ ആണ്. ഇത് പക്ക വില്ലനാണ് സിനിമയില്. പിന്നെ ധ്യാനം ഉണ്ട്, പിന്നെ വിനീതിന്റെ അസിസ്റ്റന്റ് ആണ്. ഗംഭീരാവട്ടെ പടം. അപ്പൊ ആ സിനിമ നന്നാണ്. അതെ, അടുത്ത അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ആസിഫ് അലി ബോബിനും കൂടിയിട്ട് ഒരു സിനിമയിൽ ജോയിൻ ചെയ്യുന്നതാണ്. ഹെലൻ ഡയറക്ട് ചെയ്ത ആ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ചാവേറും അതുപോലെ തന്നെ നമ്മുടെ തലവനും അരുൺ നാരായണൻ ശരിക്കും പണ്ട് കിരൺ ടി ആങ്കർ ആയിരുന്നു. അപ്പൊ ആള് നമ്മുടെ രഞ്ജിത്തിന്റെ ടീമിലൊക്കെ കുറെ, അതായത് സംവിധായകൻ രഞ്ജിത്തിന്റെ ഒപ്പൊക്കെ ഗ്യാങ്ങിലുണ്ടായിരുന്നതാണ് ആള്. നമ്മളെ ബാബ കല്യാണൊക്കെ പോലുള്ള സിനിമകൾ ഗസ്റ്റ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്. പുത്തൻ പണാണ് ആദ്യമായിട്ട് അയാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. പിന്നെ അതേമാതിരി തന്നെ ബാവുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ മമ്മൂട്ടി സിനിമ, മമ്മൂട്ടിയൊപ്പം തന്നെ ഒരു ഗസ്റ്റ് റോള്, വേറൊരു ഗസ്റ്റ് റോള്. അപ്പോ ആളിപ്പോ ഒരു ഫുൾ ടൈം പ്രൊഡ്യൂസറാണ്. ചാവേർ ആവട്ടെ, അതേമാതിരി ഇപ്പോ തലവൻ അതൊക്കെ പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസിലാണ്. ഇപ്പൊ നെക്സ്റ്റ് സിനിമ നല്ല ഒരു സിനിമ. സിനിമയുടെ റൈറ്റർ നമ്മളെ വിമൽ ഗോപാലകൃഷ്ണൻ, നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ റൈറ്ററാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് മതി ആ സിനിമക്കുള്ള പ്രതീക്ഷ കൂടാനായിട്ട്. അതേപോലെ തന്നെ ഒരു പീരീഡ് ഡ്രാമ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ആസിഫ് അലി ഇപ്പോ ടിക്കിറ്റാക്ക സിനിമയുടെ ഷൂട്ടിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സിനിമയ്ക്ക് ജോയിൻ ചെയ്യും. ടിക്കിറ്റാക്ക നമ്മുടെ രോഹിത്. അതെ, നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ഫിലിമാണ്.
അത് ആസിഫ് അലി ആ സിനിമയെ പറ്റി പറഞ്ഞത് ഇത് എന്റെ KGF ആണെന്നാ പറഞ്ഞിരുന്നത്. പടത്തിന്റെ ഷൂട്ട് കഴിയേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് ആസിഫ് അലിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടാണ് പടത്തിന് ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നത്. ടിക്കി ടാക്കയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മുമ്പ് ഒരു ഗംഭീര ട്രാൻസ്ഫോർമേഷൻ നടത്തുകയും അതിന്റെ കുറച്ച് സ്റ്റിൽസ്, പിന്നെ ഈ അഡിയോസ് അമിഗോ വരുന്ന സമയത്താണ് പുള്ളി വീണ്ടും കുറച്ച് തടിച്ചിട്ട്, എന്നിട്ട് അതിന്റെ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇനി ടിക്കി ടാക്കയ്ക്ക് തിരിച്ചു പോകുമ്പോ എനിക്ക് അതേമാതിരി വീണ്ടും മാറണം എന്നുള്ള വലിയ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലാലേട്ടന്റെ ഇപ്പോ നമ്മുടെ എംപുരാന്റെ റിലീസിന്റെ സമയത്ത് ഷൂട്ട് നടത്തിയത് നമ്മുടെ സത്യനന്ദിക്കാരന്റെ സിനിമയാണ് ഹൃദയപൂർവ്വം. അപ്പൊ സിനിമയുടെ ഇനി സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മുംബൈയിലും അതുപോലെ തന്നെ പൂനെയിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കാന്ന് ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ. അപ്പോ സിനിമ വീട്ടിലെ പ്രതീക്ഷ എന്താ? സത്യനന്ദിക്കാരൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഐക്കോണിക് കോമ്പോ ആണല്ലോ. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോയത് സത്യനന്ദിക്കാരന്റെ സിനിമയിൽ അഭിനയിച്ചിരുന്ന പല മഹാനടന്മാരും നമുക്കിപ്പോ ഇല്ല. തൊടുവിൽ കൃഷ്ണൻ, ഇന്നസെന്റ്, ശങ്കരാടി, മാമുക്കോയ, കുതിരോട്ടം പപ്പു, അങ്ങനെ KP ലളിത, തിലോമിന, അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല ഇപ്പൊ. പറവൂർ ഭരതനെ പോലുള്ള ആൾക്കാര്, കൃഷ്ണൻകുട്ടി നായരുമായുള്ള ആൾക്കാര്, തിലകൻ, മുരളി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ സത്യനന്ദിക്കാരൻ സിനിമത്തെ സ്ഥിരം സാന്നിധ്യങ്ങൾ ഇന്നസെന്റ്, മാമുക്കോയ, KP ലളിത, ഇവരൊക്കെ മെയിൻ ആയിട്ടുണ്ട്. സുകുമാരിയൊക്കെ ഉൾപ്പെടെ, നെടുമുടി വേണു. അപ്പോ അവരൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോ ആ സംഗതി ചെയ്യണേ എന്നുള്ള തരത്തിൽ മുമ്പിൽ പറഞ്ഞു. മാളവിക മോഹൻ ഒരു നായിക, പിന്നെ ഒരു നായികയും കൂടി ഉണ്ട് സിനിമയിൽ. അപ്പോ സംഗീത, അതായത് നമ്മളെ ചിന്താവിഷ്ടിയായ ശ്യാമള സംഗീത. അപ്പോ അവരിപ്പോ അടുത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ അർജുന അശോകന്റെ. അതില് അർജുന അശോകന്റെ അമ്മയായിട്ട് അവരെ ആക്ടിങ് കപ്പാസിറ്റിനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ ആ സിനിമയെ പറ്റിയിട്ട് ഹോപ്പ്ഫുൾ ആണ്. അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫഹദിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി നായകനായിട്ടൊരു പടം വന്നിട്ട് കുറച്ചായി. അത് ആവേശമായിട്ട് ലാസ്റ്റ് നായകനായിട്ടും അതിനുശേഷം ക്യാമിയോസ് ആയിട്ടും എക്സ്റ്റൻഡഡ് ക്യാമിയോസ് ആയിട്ടും ക്യാരക്ടർ റോളൊക്കെ ആയിട്ട് ഒരുപാട് സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ ആൾക്കാർക്ക് ആ സംഗതികളൊന്നും ഇഷ്ടമായിട്ടില്ല. അതായത് ഫഹദിന് ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും വേട്ടയന്റെ കാര്യമാവട്ടെ, ഇതൊന്നും എനിക്ക് ഒരു ഇതും തരില്ല എന്റെ കരിയറിൽ ഈ സിനിമകളൊന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോഗൻവില്ലയാണ് കുറച്ചും കൂടി നമുക്ക് നിരാശ തന്നത്. പക്ഷെ ബോഗൻവില്ലയുടെ മാർക്കറ്റിംഗ് തന്നെ ഫഹദിനെ മുൻനിർത്തിയിട്ടുള്ളതായിരുന്നു. ഇപ്പോഴും നമ്മൾ അതിന്റെ പോസ്റ്റർ കുഞ്ചാക്കോനും ജ്യോതിർമയും രണ്ട് സൈഡ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഷൂട്ട് നടക്കുന്ന സിനിമ ഓടും കുതിര ചാടും കുതിരയാണ്, നമ്മുടെ അൽത്താഫിന്റെ പടം. അപ്പോ സിനിമ അടുത്ത മാസം, അതായത് മെയ് റിലീസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് പടത്തിന്റെ ഷൂട്ട് വൈകുകയും ഒക്കെ ആയിട്ട് പടത്തിന്റെ ഷൂട്ടിന്റെ അവസാന ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അടുത്ത മാസത്തോട് കൂടിയിട്ട് പടത്തിന്റെ ഷൂട്ട് നായിക കല്യാണി പ്രദർശന നായിക. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റില് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ആ സിനിമയിൽ ഇപ്പോ അൽത്താഫിന്റെ കാര്യം പറയുമ്പോ പ്രേമം മുതല് കണ്ടു പരിചയമുള്ള ഒരു മോക്കാണ്. ഞണ്ടുകളുടെ നാട്ടിലുള്ള ഇടവേള സംവിധാനം ചെയ്ത ഒരു യങ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പായുണ്ട് സംവിധായകനിലേക്ക്. പക്ഷെ അതിന്റെ ഇടയിൽ മന്ദാകിനി പോലുള്ള സിനിമയിൽ ഹീറോ ആയിട്ട് ഒരാൾ അഭിനയിക്കുകയും ചെയ്തു. അപ്പൊ അയാളെ കുറെ സഖാവ് പോലുള്ള സിനിമ, പ്രേമം പോലുള്ള സിനിമ, പ്രേമലൂലത്തെ, പാച്ചുലത്തെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അതെ അതെ. പിന്നെ ഭയങ്കര ഹോട്ടായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് വാഴ 2. അതെ അതെ അതെ, അത് നമ്മൾ പറയുന്ന വേണം. പലരും രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചപ്പോ ആ സിനിമ വരുമോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച ഒരു പടം. അല്ല, ഇപ്പൊ അതൊരു അത് ക്ലൈമാക്സിൽ എന്താ ഇനി ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോ കഥ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആണ്. ഇതിലിപ്പോ സിനിമയില് ആഷിർ അഭിനയിക്കുന്നു, അലൻ അഭിനയിക്കുന്നു, വിനായകൻ, അജിൻ അപ്പൊ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ അതുകൂടാണ്ട് നമ്മുടെ കുടോസത്തെ ആൾക്കാര്, അവരെ ഗ്യാങ്, പിന്നെ നമ്മുടെ സാബിർ അവരെ ഗ്യാങ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അതെ അതെ, അൽഫോൺസ് പുത്ര അഭിനയിക്കുന്നുണ്ടെന്ന് വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ സിനിമ വാഴ 1 പോലെ തന്നെ ഒരു ഫൺ റൈഡ് ആവട്ടെ, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും.